എല്ലാവരെയും എല്ലാ മീഡിയ പേഴ്സൺസിനെയും സ്വാഗതം ചെയ്യാണ്. പങ്കെടുക്കാനെത്തിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മല്ലിക ചേച്ചി, അച്ചമ്മ അല്ലെ, അച്ചമ്മയാണ് നമ്മുടെ ഒപ്പം ഇരിക്കുന്നത് ലൈവായിട്ട്. അതുപോലെ തന്നെ ഈ സിനിമയുമായി കൊളാബ് ചെയ്തിരിക്കുന്ന, നമ്മളുടെ സിനിമയുടെ കഥ കണ്ട് ഏറെ ഇഷ്ടപ്പെട്ട് ഈ സിനിമയുമായി സഹകരിച്ച സ്റ്റോൺ പെൻ സ്റ്റുഡിയോസിന്റെ ഫൗണ്ടറും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡയറക്ടർ കം പ്രൊഡ്യൂസർ കാർത്തിക് സുബ്രാജ് സർ, അതുപോലെ പ്രൊഡക്ഷനിലുള്ള കാർത്തികേയൻ സർ, കല്യാൺ സർ, ശ്രീജിത് ഭായ്, സുധീഷ് ചേട്ടൻ, ഇങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. അതിനൊക്കെ പുറമെ നമ്മളെ ഈ സിനിമയിലൂടെ ഈ സിനിമയെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ആക്കിയ ഇതിന്റെ ഡയറക്ടർ വിജേഷ്, ശ്രീഹരി, അതിന്റെ കഥ ശ്രീഹരി എല്ലാവരും ഇപ്പൊ അറിഞ്ഞു തുടങ്ങുന്നതല്ലോ അല്ലേ ഈ പേര് തന്നെ. ഓക്കെ, അതുപോലെ ആൽബി ചേട്ടൻ ക്യാമറ, പിന്നെ ഇതിൽ നിറഞ്ഞാടിയ, ഇതിനെ ഏറ്റവും അധികം രസകരമാക്കിയ നമ്മുടെ താരങ്ങൾ. ഗണപതി ഇതാ ആദ്യമേ തന്നെ ഇരിപ്പുണ്ട്, ചുള്ളനായിട്ട് നല്ല ഗ്രീൻ ഷർട്ടൊക്കെ ഇട്ടിരിക്കുകയാണ്. അതുപോലെ അമീൻ, സുബിൻ, സനീഷ്, അങ്ങനെ എല്ലാവരും വന്നിട്ട് നമ്മുടെ ഏക താരം, പെൺതാരം, ഫീമെയിൽ എവിടെ ശീതൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും നമ്മുടെ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ സന്തോഷം, നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ ചുരുക്കം സിനിമകളാണ് ഇതുപോലെ ഹിറ്റ് ആവുന്നത്. അങ്ങനെ 2026 ഞങ്ങൾക്കൊരു ഹിറ്റ് കിട്ടി, എനിക്കും ഒരു ഹിറ്റ് കിട്ടി, അതിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കിടുകയാണ്. അപ്പൊ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ അച്ചമ്മയെ ക്ഷണിക്കുകയാണ്. അച്ചമ്മയാണ് നമ്മുടെ ഐശ്വര്യം. അല്ലല്ല, അച്ചമ്മ വന്നിട്ട് സാർ വരും. മല്ലിക ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്, പ്ലീസ്. ഇനി കാർത്തിക് സുബ്രാജ് സാറാണ്, പ്ലീസ് സാർ. കാർത്തികേയൻ സർ, കല്യാൺ സർ, ശ്രീധരൻ, സുധീഷ് ചേട്ടൻ, നമ്മുടെ വിജേഷ്, അതുപോലെ ഗണപതി, ശീതൾ, അമീൻ. മതിയാകുമോ എന്നുള്ളൊരു സംശയമുള്ളൂ. അപ്പൊ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഇതിന്റെ ഒരു തുടക്കം വരുന്നത് ഇങ്ങനെ ഒരു സ്റ്റോറിയിലേക്ക്, ഇങ്ങനെ ഒരു ഹൊറർ കോമഡി സബ്ജക്റ്റിലേക്ക് എത്തിയത് എങ്ങനെ? അതൊക്കെ നമ്മൾ പല പ്രസ് മീറ്റുകളിലും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു സക്സസ് മീറ്റ് ആയതുകൊണ്ടതിനാൽ തന്നെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് കാർത്തിക് സുബ്രാജ് സാർ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്തത്? സാറിന് ആദ്യം ഈ കഥ കേട്ടപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് അറിയാൻ പോവാണ്. സത്യത്തിൽ ഒരു പ്രകമ്പന ഇവിടെ നടക്കും, ഇല്ലേ സുബിൻ? നടക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം മൈക്ക് ആർക്ക് കൈമാറണം? ശ്രീധര, യു പ്ലീസ്. എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മീഡിയ ആൾക്കാർക്കും താങ്ക് യു. നിങ്ങളാണ് ഇത്രയും വലിയൊരു വിജയമാക്കി തീർത്തത് ഈ സിനിമ. ഹലോ, എസ്പെഷ്യലി hello, my partners, hello, and music directors, എല്ലാവരും കൂടെ ഉണ്ട്, DOP, എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനത്തിലാണ് നമ്മൾ ഇത്രയും ഒരു സക്സസ് ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നതും എല്ലാം. പിന്നെ നിങ്ങളാണ് ഈ ഒരു ഇത്രയും വലിയൊരു വിജയം നമുക്ക് തന്നെ ആൾക്കാരിലേക്ക് എത്തിച്ചതും ഈ ഒരു വിജയം നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയതും. എല്ലാവർക്കും എൻ്റെ വലിയ നമസ്കാരം. ഈ പടം പറഞ്ഞുകൊണ്ട് ചെറിയ പടം എന്ന് ഞങ്ങൾ പറഞ്ഞാലും ഇത്രയും വലിയ ആർട്ടിസ്റ്റൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ വലിയ പടം തന്നെയാണ്. ക്യാമറമാൻ ആൽബി ആണെങ്കിലും, എഡിറ്റർ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സൂരജ് ആണെങ്കിലും, വിപിനൊക്കെ ഇതിലൊന്നും ഹിറ്റുകൾക്കുന്ന ആൾക്കാരനാണ്. അപ്പോൾ പടം ഒരു വലിയ പടം തന്നെയായിരുന്നു. നമ്മുടെ വിനയെ കൊണ്ട് ചെറിയ പടം എന്ന് പറയായിരുന്നു. എന്തായാലും ആ ചെറിയ വലിയ പടത്തിനെ ഇത്രയും ജനപ്രിയ പടമാക്കി നമ്മളുടെ സ്വീകരിച്ച കേരളത്തിലെ ജനങ്ങൾക്കും അതിന് വഴിയൊരുക്കിയ നമ്മുടെ ഈ പടം ജനങ്ങളുമായി കണക്ട് ചെയ്ത് തന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കളും വലിയ നന്ദി. അപ്പോൾ ഒരു
ശ്രീജിത്തും നമ്മുടെ വിജേഷും ശ്രീഹരിയും എന്ന ഈ കഥ പറയുമ്പോൾ തന്നെ ഞാൻ ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അതിൽ ഈ പറഞ്ഞ അച്ഛമ്മയുടെ ക്യാരക്ടറും തുമ്മലും പരിപാടിയൊക്കെ എനിക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ടു. അപ്പം ശ്രീജിത്ത് എന്നെക്കാളും ഒരു സെൻസുള്ള ഒരു നവരസയുടെ ഫിലിം മേക്കിംഗ് അഡ്രസ്വേറ്റ് ഫിലിം മേക്കിംഗ് ആണല്ലോ. ശ്രീജിത്ത് പറഞ്ഞു, ചേട്ടാ നല്ല സംഭവം തന്നെയാണ്, നമ്മൾ ഒന്നിച്ചുള്ളതെന്ന് പറഞ്ഞു. പിന്നെ ദൈവാധീനം പോലെ സ്റ്റോൺ ബെഞ്ച് നമ്മുടെ സിനിമയുടെ ഭാഗമായി. അങ്ങനെ എല്ലാവരുടെയും ഓരോരുത്തരെയും നല്ലൊരു ഹാർഡ് വർക്കും ഡെഡിക്കേഷൻ കൊണ്ട് സ്ക്രിപ്റ്റിലുള്ള ഇംപ്രവൈസേഷൻ ഷൂട്ടിംഗ് സമയത്ത് ഇവരുടെയൊക്കെ സഹകരണം ഫൈറ്റൊക്കെ ആണെങ്കിലും ഇവർ അത്രയും സ്ട്രെയിൻ ചെയ്ത് മീൻ എല്ലാവരും ഓരോരുത്തരോടും ഞാൻ പേരെടുത്ത് പറയുന്നത് കേട്ടോ, സഹകരണം എല്ലാവരും ചെയ്ത് ഓരോരുത്തരെയും പ്രൊഡക്ഷനിലെ ആൾക്കാർ അത്രയും ഞാൻ കുറേ അധികം പടം ചെയ്തിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്ത് ഏറ്റവും എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ ചെയ്ത പടമാണ്. ആ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുടെ ഫലമാണ് ഇവിടെ നമ്മൾ ഒത്തുകൂടിയത്. എല്ലാവർക്കും നന്ദി. முதல்ல ரொம்ப பிபிஏபியாக வந்திருக்காங்க கார்த்திக் சார். வணக்கம் சார். இவங்க எல்லாம் என்னோட நண்பர்கள் மட்டும் இல்லை, என் சகோதரர்கள் மாதிரி. ஏன்னா எப்போ வேணாலும் பேசலாம், எப்போ பார்த்தாலும் நான் பேசுவாங்க. ഏതായാലും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം എപ്പോഴും നമുക്കൊരു ഭയങ്കര വലിയ പടങ്ങളിലൊക്കെ അഭിനയിച്ച് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ പേരുകൾ പറയാൻ കുറച്ച് വൈകും. കാരണം വലിയ വലിയ താരങ്ങൾ നമ്മുടെയൊക്കെ അഭിനയിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ച എല്ലാ കൊച്ചു പിള്ളേർ ശരി. പക്ഷെ ഇവരെ പറ്റി ഞാൻ ഇതിന് മുമ്പും ഒരുപാട് കേട്ടിട്ടുണ്ട്. സാഗർ, ഗണപതി, ഇപ്പം ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഞാൻ അടുത്തറിയുന്നത് അമീനെയാണ്. അമീൻ ഇങ്ങനെ കലക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യത്തിൽ. ഭയങ്കര. കാരണം ഞാൻ ഈ പടത്തിനകത്ത് അഭിനയിച്ചിരിക്കൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് തോന്നി ഇത് രസമായിട്ട് അവരൊക്കെ നാച്ചുറലായിട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി സത്യം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മക്കളോട് ഒരുപോലെ അയ്യോ അമ്മ അവരൊക്കെ വേറെ പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് എനിക്കറിയാം. അപ്പോഴാണ് പൃഥ്വി എന്നെ ഓർമ്മപ്പെടുത്തി, അമ്മയ്ക്ക് ഓർമ്മയില്ലേ സാഗറിനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്ന് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ പടങ്ങൾ ഓടുമ്പോഴുണ്ടല്ലോ ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർക്ക് ഒരു അഭിമാനവും സന്തോഷമാണ്. കാരണം ഇതിന് താരമൂല്യം കൊണ്ട് ഓടിയ പടമല്ല. ഒരു ചെറിയ സംഭവത്തിന് 2-2.25 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒരു സിനിമയാക്കി അതിമനോഹരമായിട്ടൊരു തിരക്കഥയുണ്ടാക്കി അത് പിന്നെ സ്ക്രിപ്റ്റാക്കി അതിലും ഗംഭീരമായിട്ട് സംവിധാനം ചെയ്തു. അതിലൊക്കെ ഉപരിയായിട്ട് എന്താ ക്യാമറ എഡിറ്റിങ്ങും. ഞാൻ പോലും ഒരു ഷോട്ടിൽ ഞെട്ടിപ്പോയി. അവസാനം വീണ്ടും കണ്ണാടിയിൽ എന്നെ കണ്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടിയോ പോയി. അതാണ് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അത്ര മനോഹരമായിട്ട് ഈ പടം എടുത്തു. എനിക്ക് എപ്പോഴെങ്കിലും മെസ്സേജ് അയച്ചിരുന്നാൽ വിജേഷിന് വല്ലതും തോന്നുന്നില്ല. പക്ഷേ എൻ്റെ ഫോണിനകത്ത് 1000 മെസ്സേജ്. അതിനകത്ത് ഏറ്റവും വലിയ ഒരു അഭിമാനം എന്ന് പറയുന്നത് വിദേശത്തു നിന്നാണ് കൂടുതൽ മെസ്സേജുകൾ. ലണ്ടനിലൊക്കെ 30 സീറ്റ് അവിടുത്തെ നമ്മുടെ ഈ പാരഗണ്ടൊക്കെ ഒരു പാർട്ട്ണർ വലിയ നിങ്ങൾക്കൊക്കെ അറിയാം. കൊച്ചിനെ കയറി ലേഡി പൃഥ്വിരാജൊക്കെ വിളിക്കുന്നുണ്ട്. ആദ്യയുടെ അച്ഛനും അവരുടെ കൂടെ സ്റ്റാഫ് മുഴുവൻ പോയിട്ട് ആദ്യം ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം അവരൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ വിചാരിച്ചെന്ന് വെച്ചാൽ സാധാരണ മമ്മൂട്ടി സാറ് മോഹൻലാൽ സാറിനൊക്കെ പഠിത്തത്തിൽ ടിക്കറ്റ് ചിലപ്പോൾ ആദ്യത്തെ ദിവസം പെട്ടെന്ന് എന്നാൽ കിട്ടും. ഇത് 3 ദിവസം കഴിയുമ്പോൾ അവർക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ അവരൊരു അപ്പം എന്തോ കാര്യമായിട്ട് ഈ പടത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ കണ്ടപ്പോഴാണ് അറിയുന്നത് ഒരു ഫ്രെയിം പോലും ബോറടിക്കാതെ ആർക്കും ഇന്റർവെല്ലൊന്നും പുറത്ത് പോകണ്ട, പെട്ടെന്നങ്ങാണ്ട് കയറി വന്നാലോ പടം എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ എല്ലാവരും ഇരിക്കുകയായിരുന്നു. അത്ര നല്ലൊരു പടം. ഇങ്ങനത്തെ പടമൊക്കെ വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ത്രില്ലാണ്. ഈ സ്ഥിരം കണ്ട സാധനങ്ങൾ എന്തിനാണ് അപ്പോൾ നമുക്ക് വലിയ 500 കോടി 400 കോടിയൊക്കെ മുടക്കി പടം ഇതുപോലത്തെ ഒരു 4-5 പടം എടുത്തതിന് ഒന്നത്തെ കാര്യം തുറന്ന് പറയാം. ഇങ്ങനത്തെ പടങ്ങൾ ഓടാൻ പ്രേക്ഷകരും മാധ്യമങ്ങളും സഹായിക്കണം. എന്തെങ്കിലും ഇൻഡസ്ട്രി കണ്ടെത്തുള്ളൂ. പറയുമ്പോൾ ഡയലോഗ് ചിലർക്ക് എല്ലാം പറയാമെങ്കിലും എത്ര പേരാണ് പറയാം ഈ തൊഴിലിൻ്റെ പുറകിൽ ജീവിക്കുന്നവർ. അവരെ സംബന്ധിച്ച് ഈ ചിത്രങ്ങളുടെ എണ്ണം കൂടുമ്പോഴാണ് അവർക്ക് ജോലി കൂടുതൽ കിട്ടുന്നത്. ഈ പടമൊക്കെ ഓടിക്കഴിഞ്ഞപ്പം സത്യം ഞാനാണെങ്കിൽ ശരി ഞാനുള്ള ഏത് പടം 2 സീനുണ്ടെങ്കിലും ശരി ഞാൻ റിലീസിൻ്റെ അകത്ത് പോയി സകല ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് ഭഗവാനെ ഈശ്വര മുടക്കിയ കാശെങ്കിലും കിട്ടണേ. ആ പരിപാടിയൊന്നും ഇന്നില്ല. അതൊക്കെ ഞങ്ങളെ പോലെയുള്ള പഴയ അമ്മമാരുടെ ഒരു രീതിയാണ്. രാവിലെ ഒന്ന് കുടിച്ച് തൊഴാൻ പോകുക എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് വരുന്ന റിപ്പോർട്ടുകളും വിളിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടി ഇത് ആരോട് എന്ത് ഉത്തരവാണ് പറഞ്ഞത് എനിക്കറിയാൻ വയ്യ.
വിജേഷിന്റെ പറയണോ, നിർമ്മാതാക്കളെ പറയണോ, അത് ഈ പറഞ്ഞ തിരക്കഥയും പാട്ടും ക്യാമറയും എഡിറ്റിങ്ങും എല്ലാം കൂടെ നമ്മൾ പറഞ്ഞതിൽ ഒരു സമഞ്ജസമായിട്ട് സമ്മേളിക്കാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു പടം ഈ അടുത്ത കാലത്ത് ഞാനടക്കമുള്ള ഒരു കാണുന്നത് പ്രകമ്പനം. ചുമ്മാതല്ല കേരളം പ്രകമ്പനം കൊണ്ടത്, ശരി. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അടുത്ത പ്രധാനമായിട്ട് പറയാനുള്ളത് മാധ്യമങ്ങളോടാണ്. നിങ്ങൾക്ക് ഈ കുറച്ച് നല്ല കുട്ടികളായിട്ട് വരുന്നുണ്ട് മാധ്യമങ്ങൾ, നല്ല പടത്തിന് നല്ലതെന്ന് തന്നെ പറയുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട് കേട്ടോ. എന്തെല്ലാം പറഞ്ഞാലും ശരി, ഒരു ഭാഗത്ത് മറ്റെന്തെങ്കിലുമൊക്കെ നടന്നോട്ടെ, അത് നിങ്ങളുടെ തൊഴിലിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ എത്ര വലിയ ചാനലായാൽ പോലും അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ചാർജൊക്കെ കളിക്കേണ്ടി വരും. അതൊന്നും നമുക്ക് സ്വാഭാവികമാണ്. പക്ഷേ നല്ലതിനെ നല്ലതെന്ന് പറയാനായിട്ട് നമുക്ക് ആരുടെ ശുപാർശ വേണ്ടല്ലോ, അല്ലേ? അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, നല്ല ചിത്രങ്ങൾ വരുമ്പോൾ അതിൽ ആരഭിനയിച്ചു അഭിനയിച്ചില്ലാത്തതല്ല, നല്ല ഒരു പടം ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ മനോഹരമായിട്ട് ഇറക്കിയിരിക്കുന്നു. ഇത് ഓടുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് തുറന്ന് ജനത്തിനെ അറിയിക്കാനുള്ളൊരു ബാധ്യത ഞാൻ ഈ സ്നേഹിക്കുന്നത്. എനിക്ക് നിങ്ങൾക്കറിയാം, 53 വർഷമായി മാധ്യമങ്ങളുടെ ഒരു വലിയ ചേച്ചിയാണ് ഞാൻ. നിങ്ങൾ കേട്ട് കാണുമല്ലേ, കേരളത്തിലെ 176 പേരുണ്ട്, എല്ലാ ചാനലും എല്ലാ പത്രവും സകലരും ഉണ്ട്. ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, എല്ലാ പഴയ ആൾക്കാരാണ്. ജോർമുണ്ടൊക്കെ ഭാഗമുണ്ട്, എല്ലാവരും ഇവിടെ തുടങ്ങിയതാണ്, ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് എല്ലാവരും കൂടുതൽ ആണുങ്ങളാണ്, പിന്നെ പെണ്ണുങ്ങളോരോ ഈ വാർത്ത വായിക്കുന്നവരൊക്കെയാണ്. അതിലെന്നെ പിടിച്ച് അതോടൊപ്പം എന്നൊക്കെ പറയുന്നവരെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിന് തുറന്നു പറയും. അതിലും എല്ലാവരും ഒരേ സ്ഥലത്തിൽ ഇപ്പം കാണുമെങ്കിൽ പ്രകമ്പനം പോയി കാണുക, മനോഹരമായ ഒരു ചിത്രം. അപ്പം അത്ര യുണാനിമസ് ആയിട്ട് ഐകണ്ഠേന അവരെല്ലാവരും ഈ പ്രകമ്പനത്തെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഒരുപാട് നന്ദി, സ്നേഹവും കടപ്പാടുണ്ട്. ഇനി ഇതുപോലെ പ്രേതം പിടിച്ചപ്പ മക്കളൊക്കെ എന്നെ തന്നെ വിളിക്കണം, വേറെ വിളിക്കട്ടെ. വിജേഷ്, ഈ പ്രേതം കയറുന്ന അച്ഛന്മാരുള്ളത് വിളിക്കണേ. അതുകൊണ്ടല്ല എൻ്റെ മനുഷ്യൻ പറഞ്ഞെങ്കിലും നല്ല ഒരു പടം അഭിനയിച്ചു, അത് നന്നായിട്ട് ജനം ആക്സെപ്റ്റ് ചെയ്തെന്ന് പറയുന്നത് ഏത് പ്രായത്തിലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു നിറവാണ് മനസ്സിൽ. അത് എന്നെ പോലെയുള്ളവർക്ക് അത് തുറന്ന് പറയാനും കൂടും. കാരണം ഒരേ സമയത്ത് ചാടി 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 5 ചെയ്ത് ഞങ്ങൾ വല്ലപ്പോഴും ഒരു പടം അഭിനയിച്ചു. പിന്നെ അടുത്ത ബന്ധുദന്താന്വേഷണം എത്ര സീനുണ്ടെന്നല്ല, ആ 4 സീനാണെങ്കിൽ ആ പടം കണ്ടിട്ട് ഒരു നിങ്ങളാ കുമ്പത്തുള്ള കേട്ട കൊള്ളാം എന്ന് പറയുമ്പോൾ നമ്മളെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു അർത്ഥം. അതാണ് ഞാൻ പറയുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതേ പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇനിയും ജനത്തിന് ഇഷ്ടപ്പെടുന്ന ഇതുപോലെയുള്ള, കാരണം ഇതിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു നിസ്സാര സംഭവത്തിലൂടെ വളർന്നു വരുന്ന ഒരു കഥയാണ്. ഹോസ്റ്റലിൽ താമസിക്കുന്ന കൊച്ചുമോനും കൂട്ടുകാരും എല്ലാം കൂടെ ഒരു ചെറിയ ഇൻസിഡൻറ്റിൻ്റെ പുറത്ത് പിന്നെ കൂട്ടൊരു കഥ ഉണ്ടാവുകയാണ് 2.5 മണിക്കൂർ സിനിമയായിട്ട്. അതൊക്കെ ഒരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. ഇതുപോലെയുള്ള വ്യത്യസ്തമായ സംഭവങ്ങൾ സിനിമയാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ പ്രൊഡക്ഷൻ കമ്പനിക്ക് സാധിക്കട്ടെ. കാർത്തിക് സുബ്രാജ് സാർ എല്ലാം പേര് ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലോ. അപ്പോൾ അതുപോലെ ഇവരുടെയൊക്കെയുള്ള ഒരു സഹകരണവും മേൽനോട്ടവും ഒക്കെ കൂടെ ഉണ്ടാകുമ്പോൾ എല്ലാം കൊണ്ടും ഐശ്വര്യവും സൗഭാഗ്യവും ഈശ്വരാധീനവും എന്നും ഉണ്ടാവട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹായ്, ഗുഡ് ഈവനിങ്. വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഏതൊരു ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്ന സിനിമ നിറഞ്ഞ സദസ്സോട് ഓടുക, വിജയിക്കുക എല്ലാവരുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹം എന്തായാലും എല്ലാവരുടെ സപ്പോർട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ അത് പോവുകയും അതിന് ആദ്യം തന്നെ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എസ്പെഷ്യലി നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്, ആക്ടേഴ്സ്, അതുപോലെ തന്നെ എൻ്റെ കൂടെ നിന്ന ദേവി ആൽബി ചേട്ടൻ, എഡിറ്റർ സൂര്യ ചേട്ടൻ, നമ്മുടെ ആർട്ട് ഡയറക്ടർ സുഭാഷ് ചേട്ടൻ, മ്യൂസിക് ഡയറക്ടർ ബിപിൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശങ്കർ, എല്ലാവരും ആക്ടേഴ്സ്, കൂടെ നിന്ന കൺട്രോളറായിട്ടുള്ള ശശി ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴും പടം തിയേറ്ററിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പല തിയേറ്ററിൽ നിന്നും പുതിയ പടങ്ങൾ വരുന്ന സമയത്ത് മാറ്റി നിർത്തി രണ്ടാമത് ഇപ്പോൾ ഇന്ന് പോലും പടം വീണ്ടും ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അത് തന്നെ ഈ പടത്തിന് ഏറ്റവും വലിയ വിജയമാണ്. ആ വിജയം സമ്മാനിച്ച
നിങ്ങൾക്ക് ഓരോരുത്തരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. வணக்கம். ஸோ ரொம்ப சந்தோஷமான ஒரு மூமெண்ட். ஐ திங்க் லாஸ்ட் டைம் நான் கொச்சின் வந்தப்போ டே சேம் பிரகம்பனம் படத்தோட லான்ச் தான் வந்தோம். அந்த அப்போவே வந்து வி ஆல் அஸ் அ டீம் தி ஆர் ஆல் வெரி கான்ஃபிடென்ட் அபவுட் த ஃபில்ம். அந்த படம் வந்து கண்டிப்பாக பெரிய ஹிட்டாக இருக்கும் அப்படின்ற நம்பி தான் எல்லாருமே பண்ணிட்டு இருந்தாங்க. அண்ட் அன்றைக்கி ஸ்டேஜில் பேசும்போது கூட எவ்ரி ஒன் வாஸ் டெல்லிங் திஸ் வில் டெஃபினெட்லி திஸ் ஃபில்ம் வில் பி லவ் பை த ஆடியன்ஸ்னு. அதே மாதிரி இப்போ படம் ரிலீஸ் ஆகி ஒரு மிகப்பெரிய சக்ஸஸ். ஸோ கங்க்ராச்சுலேஷன்ஸ் ஹோல் டீம், கங்க்ராச்சுலேஷன்ஸ் டு த டிரெக்டர், த கேஸ்ட் அண்ட் க்ரூ, ப்ரொடியூசர்ஸ், எவ்ரி ஒன், த எடிட்டர், சினிமாட்டோகிராஃபர் அண்ட் டைரக்டர் அண்ட் எவ்ரி கேஸ்ட் எல்லாமே. ஸோ மேடம் பிரசன்ஸ் adds a big value to the film. ஸோ எங்களுக்கு ஸ்டோன் பெஞ்சுக்கு ஐ திங்க் திஸ் இஸ் ஒன் ஆஃப் த வெரி இம்பார்ட்டண்ட் and prestigious on our success this one. And I think all the credit goes to Karthikeyan because the padam வந்து இனிஷியலா ஒரு ஸ்டேஜ்ல இருந்தப்போ just by listening to the படத்தோட ஐடியாவை மட்டும் அவர் கேட்டுட்டு he said கண்டிப்பாக நம்ம வந்து இந்த படத்தில் அசோசியேட் ஆகணும், இந்த படம் கண்டிப்பாக பெரிய சக்ஸஸ் ஆகணும் அப்படின்ற மாதிரி ஒரு சொன்னார். And then right from that time I think everything was positive about this film. படத்தோட மேக்கிங்காக இருக்கட்டும், படத்தோட ட்ரெய்லர், சாங் எல்லாமே வந்து பாசிட்டிவாக இருந்துச்சு. படத்தோட ரிலீஸுமே ஹேட் அ வெரி வெரி குட் வைப். அண்ட் ஃப்ரம் த டைம் ஆஃப் ரிலீஸ் ஐ திங்க் த ரெஸ்பான்ஸ் வாஸ் சூப்பர். ஸோ as a team, as a member of this team, I'm happy to be part of this team. And thank you every press and media for all your support. And படம் I think third week இன்னமும் ரொம்ப all houseful shows everywhere. And then number of showஸ்லாம் இன்க்ரீஸ் ஆகி, number of theatres increase ஆகி ரொம்ப சக்ஸஸ்ஃபுல்லாக போயிட்டுருக்கு. And even it is having very good response in Chennai, Bangalore, other states also. And I think we're all planning to release it soon in Telugu and Tamil dubbing பண்ணி ரிலீஸ் பண்ணலான்ற மாதிரி. I think this film, this concept will be a fun watch for any language audience. And we are all hoping that even Telugu audience and Tamil audience also will this film. And all the very best to everyone. And I'm so happy for Yesh and the entire team. Thank you. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു പേര് കൂടിയാണ് ഇതിൻ്റെ റൈറ്റർ ശ്രീഹരി വടക്കൻ. പുള്ളി എൻ്റെ കൂടെ 2 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെ താമസിച്ച് ഞങ്ങൾ പല കഥകളും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു 6 മന്തിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തെടുത്തൊരു പടമാണ്. അപ്പം അദ്ദേഹത്തിനും ഈ വേദിയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം നമ്മൾ കൂടുതൽ അടുത്തുണ്ടാകുന്ന ആൾക്കാരെ നമ്മൾ പലപ്പോൾ വിട്ടുപോകുക എന്ന് പറയുന്ന പോലെ എൻ്റെ 2 വർഷമായിട്ട് എൻ്റെ എല്ലാ ജേർണിയിൽ എൻ്റെ കൂടെയുള്ള ശ്രീഹരിക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ കോസ്റ്റ്യൂമറായ സുജിത്ത് മണ്ഡലൂർ അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇതിൻ്റെ ഒരു പാട്ടാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. പിന്നെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും തോട് എൻ്റെ കൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അഭിജിത്തിന് ഈ അവസരത്തിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു. എന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നമുക്ക് പുറത്ത് നന്ദി പറയാം. ഓക്കെ, താങ്ക് യു. எல்லோருக்கும் வணக்கம். குட் ஈவினிங். தேங்க்ஸ் டு பிரஸ் அண்ட் மீடியா, ஃப்ரெண்ட்ஸ் அண்ட் ஃபேமிலி அவுட் ஹியர். கார்த்திக் சொன்ன மாதிரி இந்த படம் இட்ஸ் வெரி வெரி ஸ்பெஷல் டு அஸ். ஏன்னா மலையாளத்தில் எங்களுக்கு ஃபஸ்ட்டு ஹிட் இது, தியேட்ரிக்கல் ஹிட். ஏன்னா வி ஸ்டார்ட் ஆஃப் வித் 2 films earlier, Attention Please and Rekha. Even though it's a good film, but theatrical success நாங்கள் பார்க்கல. So next time when we are coming into Malayalam, we were very sure that theatrical success ஒன்று கொடுத்தே ஆகணும். அப்படின்ற போது தான் கடவுளாக பார்த்து அனுப்பிச்சு வச்சவங்க தான் ஸ்ரீஜித் அண்ட் சுஜித் தேட்டா. ஆஃபீஸில் சும்மா உட்காந்துருந்தேன், பார்க்க வரேன்ட்டு வந்தாங்க. சரி வராங்க, பேசுவோம், என்ன தான் கதை சொல்கிறாங்க கேட்போம் அப்படின்னு சொல்லிட்டு ஒரு 10 நிமிஷம் சும்மா பேசிட்டு கேட்டேன், சொல்லுங்கள் பழைய படத்தோட கதை என்னன்ட்டு. இதை நான் ஃபஸ்ட்டு மீட்டிங்லேயுமே சொல்லியிருந்தேன் ஆக்சுவலாக. அப்போ கேட்ட உடனே ஒரே ஒரு மூக்குக்குடி, அந்த மூக்குக்குடியை வச்சு ஸ்னாட் பண்ணுறாங்க. ஸ்னாட் பண்ணால் வாட் ஹேப்பன்ஸ் நெக்ஸ்ட் இஸ் த ஸ்டோரின்னொடனே ஐ வாஸ் ப்ளோன் அவே.
எப்படிடா இங்க மட்டும் இப்படி யோசிக்கிறாங்க, வேற உலகத்திலேயே எங்கேயுமே இப்படி யோசிக்க மாட்டாங்க, எப்படி இந்த கான்செப்ட் வந்து இந்த மலையாளத்தில் மட்டும் இப்படி எடுத்துட்டு வராங்க. ஏன்னா ஏற்கனவே படங்கள் இருக்குல்ல, நம்ம சண்டை போட்டோம்னா செருப்பால் அடிச்சுக்குவோம், ஆனால் சண்டை போட்ட பிறகு செருப்பு போட மாட்டேன் அப்படின்னு சொல்லிட்டு ஒரு படம் எடுக்கிறாங்க. செயினை திருடுனா அதுக்கப்புறம் என்னன்னா அதுக்கு ஒரு கதை எடுக்கிறாங்க. ஏய் இது என்ன பண்ணிட்டு இருக்கோம் நம்மலாம் அப்படின்ற போது அதே வரிசையில ஒரு மூக்குப்பொடி, அந்த மூக்குப்பொடியை தொடர்ந்து ஒன்று நடக்குதுன்னே டக்குன்னு வார்த்தையே வந்துச்சு, இமீடியட் லாக்டு, எப்போ எவ்வளோ பணம் சொல்லுங்க நான் உடனே உள்ள போகிறேன். இப்படிதான் இந்த ப்ராஜெக்ட் வந்தோம். ஸோ வந்தோடனே இந்த கான்செப்டை ஆப்வியஸ்லி கார்த்திக், என்னோட பார்ட்னர் கல்யாண் எல்லாருமே சொல்லும்போது எக்ஸைட்டிங் கான்செப்ட், இதை எப்படி இவங்க நரேட்டிவாக எடுத்துகிட்டு போக போகிறாங்க அப்படின்ற ஒரு டெஃபினெட்லி ஒரு நெக்ஸ்ட் கொஸ்டின் வந்துச்சு. பட் ஐ திங்க் த ஹோல் கிரெடிட் கோஸ் டு டைரக்டர், த வே ஹி ஹேண்டில்ட் இட். அண்ட் அதை காம்ப்ளிமெண்ட் பண்ணுற மாதிரி டெஃபினெட்லி ஆக்டர்ஸ் அண்ட் டெக்னீஷியன்ஸ் எவ்ரிபடி டிட் தேர் ரோல் டு 100%. அதனால தான் உண்மையாகவே நிஜமாலே ஒரு சக்ஸஸ் மீட் நடத்துகிறோம். அதனால தான் செகண்ட் வீக் முடிஞ்சு தேர்ட் வீக் ஃப்ரைடே அன்னைக்கு பண்ணுறோம். ஸோ இட் இஸ் எ ட்ரூ சக்ஸஸ் மீட் வேர் ஆஸ் அ ப்ரொடியூசர் Srijant, Sudish Cheta and Stone Bench, we are all very very happy about it. ஸோ இந்த தருணத்தில் நாம் எல்லாருக்குமே நன்றி சொல்ல கடமைப்பட்டிருக்கேன், இன்க்ளூடிங் the people of Kerala who are wholeheartedly accepted this film. and இன்னைக்கு நைட் ஷோஸ் கூட ஹவுஸ்ஃபுல்லாக போகிற அளவுக்கு அவங்க அதை பாசமாக ஏற்றிருக்காங்க. ரொம்ப ரொம்ப சந்தோஷமாக இருக்குது, ரொம்ப பெருமையாக இருக்குது. ஐ திங்க் இந்த ப்ராஜெக்ட் ஆரம்பிக்கும் போதே அம்மா ஜாயின் பண்ணதுலேயே இட் இஸ் அ பிளெஸிங் டு அஸ். அண்ட் ஐ திங்க் ஹர் கேரக்டர் அவங்க உள்ளே வந்து ஐ திங்க் இட் played a very major role in terms of getting this to this level. And we are so happy, and hopefully we as a company partnering with Navarasa, we would love to do more films in every part of the world. And all these actors and technicians and directors எங்களுக்கு அவங்களாம் ஒரு வாய்ப்பு கொடுத்தாங்கன்னா கண்டிப்பாக நாங்களும் அவங்களோட சேர்ந்து படம் பண்ணுவோன்றதை சொல்லிக்கிறோம். தேங்க்யூ ஸோ மச். ഗണപതി ആദ്യമായിട്ട് പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞുള്ള തുടങ്ങുകയാണ്. പിന്നെ ഇവിടെ നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന മീഡിയാസിനോട് നന്ദി. നമ്മളിതിനു മുമ്പ് പ്രസ് മീറ്റ് ആദ്യം വിളിക്കുമ്പോൾ ഈ പടം സക്സസ് ആയിട്ട് നമുക്ക് കാണാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് സംഭവിച്ചു. വളരെയധികം സന്തോഷം. വീണ്ടും ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ നിങ്ങളുടെ ഈ സന്തോഷം ഷെയർ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. മല്ലികമ്മ പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ഹിറ്റാവുക എന്നതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന കോൾസും അപ്രീസിയേഷനും. ഞാനിപ്പോൾ വേറൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് സെറ്റിലാണ്. അവിടെ നിൽക്കുമ്പോൾ പോലും അവിടുത്തെ ആൾക്കാരെ പടം വിജയിച്ചിട്ട് ഭയങ്കര രസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്യൂവൽ, ഒരു എനർജി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പം ഞാനിതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും പിന്നെ ഡയറക്ടർ വിജേഷ്, ശ്രീഹരി, അൽബിച്ചൻ എല്ലാം നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ വളരെയധികം സന്തോഷം. ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല സിനിമകൾ ഇവർക്ക് എഴുതാനും ചെയ്യാനും സാധിക്കട്ടെ എന്നും കൂടെ ഞാൻ ആശംസിക്കുന്നു. അതിൽ എനിക്കും പ്രേക്ഷകം ഉണ്ടാവട്ടെ എന്ന് കൂടെ ആഗ്രഹിക്കുന്നു. എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇത്രയും വലിയ ആൾക്കാരുടെ ഇടയ്ക്ക് എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ഒരുപാട് സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സ്വപ്നം കാണുന്നതിലപ്പുറം ഒരു പൊസിഷനിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പറഞ്ഞൊരു മല്ലികാമ്മയുടെ ഇത്രയും വലിയ അപ്രിസിയേഷനൊക്കെ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നെ പറ്റി പറയുന്നത് ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തന്നു, ഇതിലും വലുത് എന്ത് വേണം, സത്യമില്ല ഇതിൽ വലുത് എന്ത് വേണം എന്ന് ചോദിച്ചിരിക്കുക. കാരണം ഒരു പടത്തിലൊരു ക്യാരക്ടർ ചെയ്തിട്ട് അത് സീനിയറായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. അത് എൻ്റെ ത്രൂ ഔട്ടായിട്ട് വരുന്നൊരു ഫസ്റ്റ് പടമാണ്. ഒന്നും പറയുന്നില്ല. താങ്ക് യു. പറഞ്ഞ കൈ പോവും. അതൊക്കെ சார் கார்த்திகேயன் சார், நான் இங்கே வந்ததுல இருந்து கார்த்திக் சார் நிறைய பேர் பேசுறாங்க. நான் இந்த கார்த்திக் சார் நினைச்சேன். ஸோ சாரி, நான் வந்து எனக்கு தெரியல உங்க பேரு கார்த்திகேயன் சார் அப்படின்ட்டு இது விஜய் சொல்லியிருக்காங்க. பட் நீங்க தான் அந்த ஆளு எனக்கு இப்போ தமிழ்ல பேசும்போது தான் புரியுது. ஐம் ஸோ சாரி. ரொம்ப சந்தோஷம். ഹലോ.
ഹായ്, താങ്ക് യു സോ മച്ച്. ഈ ഇങ്ങനൊരു ക്യാരക്ടർ തന്നതിനും എല്ലാവരും കൊണ്ടും ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പണ്ട് കുറെ സിനിമകൾ ഹിറ്റാകുമ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവം ഏതൊരു പടത്തിൽ ഹിറ്റായ ഒരു പടത്തിൽ നായികയാവട്ടെ. അത് സംഭവിച്ചു, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എപ്പോഴും സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇപ്പം സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനത്തെ പടങ്ങൾ വിജയിക്കാറുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് തോന്നുന്നില്ല. ബിക്കോസ് ഒരു പടം അടിപൊളിയാണെങ്കിൽ അത് എന്തായാലും ആൾക്കാരെ പോയി അത് അംഗീകരിച്ച് വിജയിപ്പിക്കും. അതിൻ്റെ ഒരു എന്താ റിസൾട്ടാണ് പ്രകമ്പനം. അപ്പൊ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയില്ല, ഭയങ്കര സന്തോഷം. കമ്മി പറഞ്ഞ മാതിരി എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ എല്ലാവരും ഒരു വണ്ടർ മൊമെന്റിൽ ഇരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്.